തമിഴ്നാട് തിയേറ്ററുകളെ ഇളക്കിമറിക്കുകയാണ് 20 വർഷത്തിനു ശേഷം റിലീസ് ചെയ്ത ഗില്ലി. 2004 റിലീസായി തമിഴിലെ ആദ്യ 50 കോടി ചിത്രം എന്ന നേട്ടം നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു അന്ന് ഗില്ലി. വിജയ്ക്ക് മാസ് ഹീറോ പരിവേഷം നൽകിയതിൽ ഗില്ലി വഹിച്ച പങ്ക് ചെറുതല്ല. ചിത്രത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചാണ് റീമാസ്റ്റർ ചെയ്ത വെർഷൻ നിർമ്മാതാക്കൾ പുറത്തിറക്കിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ മറ്റൊരു തമിഴ് സിനിമയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്ത റെക്കോർഡാണ് ഗില്ലി നേടിയത്. 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാണ് ഗില്ലിയുടെ രണ്ടാം വരവ്. ഈ വർഷം ഇറങ്ങിയ ബാക്കി തമിഴ് സിനിമകളെക്കാൾ വലിയ കളക്ഷനാണിത്. അതിനൊപ്പം ബുക്ക് മൈ ഷോ ടിക്കറ്റ് വിൽപ്പനയിലും ഗില്ലി ചരിത്രം സൃഷ്ടിക്കുകയാണ്. 4,32,000 ടിക്കറ്റുകളാണ് നിലവിലാകെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റിരിക്കുന്നത്. ചിത്രത്തിലെ ഓരോ സീനും ഓരോ ഡയലോഗും പ്രേക്ഷകർ തിയേറ്ററിൽ ആഘോഷമാക്കുകയാണ്. കളക്ഷന് പുറമെ ക്ലാസിക് സിനിമകളുടെ പട്ടികയിലേക്കും ഗില്ലി ചുവടുവച്ചു. ടൈറ്റാനിക്, അവതാർ, ഷോലെ എന്നീ സിനിമകളുടെ ലിസ്റ്റിലേക്കാണ് ഗില്ലി എൻട്രി ചെയ്തത്. ഇന്ത്യയിൽ റിലീസ് ചെയ്ത സിനിമകളിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ് ടൈറ്റാനിക്കും ഷോലെയും അവതാറും. ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ ചിത്രം റിലീസ് ചെയ്ത് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത്. വിജയ് നായകനായ ഗില്ലിയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ധരണിയാണ്. തൃഷയാണ് വിജയ് നായകനായ ഗില്ലി സിനിമയിൽ നായികയായത്. ഛായാഗ്രഹണം എസ് ഗോപിനാഥ് ആയിരുന്നു. വിജയുടെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായ ഗില്ലിയുടെ സംഗീതം വിദ്യാസാഗറാണ് നിർവഹിച്ചത്. റിലീസ് ചെയ്തപ്പോൾ ആദ്യ ദിവസം കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ നിന്ന് മാറുമെന്ന് വിചാരിച്ചിരുന്നുവെന്നും എന്നാൽ പ്രേക്ഷകർ ഇങ്ങനെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലെന്നും സംവിധായകൻ ധരണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ചിത്രത്തെ വീണ്ടും ഏറ്റെടുത്ത പ്രേക്ഷകർക്ക് നന്ദി പറയാനും സംവിധായകൻ മറന്നില്ല.